കോൺഗ്രസിനെ ബി.ജെ.പിക്ക് പേടിക്കണോ? വെറും 90 സീറ്റുകൾ മാത്രം കോൺഗ്രസ് നേടിയാൽ ബി.ജെ.പി അധികാരത്തിൽ നിന്ന് പുറത്താകുമോ? ദി പ്രിൻ്റ് എഡിറ്റർ പറയുന്നത് ഇപ്രകാരമാണ്. 2019 കോൺഗ്രസ് വെറും 52 സീറ്റുകൾ മാത്രമാണ് നേടിയത്. ബി.ജെ.പി 303 സീറ്റുകൾ നേടുകയുണ്ടായി. കോൺഗ്രസ്സിന് പുതുതായി നേടാനുള്ള സീറ്റുകൾ മൊത്തം ബി.ജെ.പിയിൽ നിന്നാണ്. ഇനി ബി.ജെ.പി സീറ്റുകളാണ് കോൺഗ്രസ്സിന് നേടാനുള്ളത്. അപ്പോൾ ആ സീറ്റുകളെല്ലാം ബി.ജെ.പിക്ക് നഷ്ടമാവുകയാണ് ചെയ്യുക. കോൺഗ്രസ് 90 സീറ്റിലേക്ക് എത്തിയാൽ, കോൺഗ്രസ് നിലവിൽ നിന്നും 90 സീറ്റിലേക്ക് എത്തിയാൽ ബി.ജെ.പി 272 താഴും. കോൺഗ്രസ് 90 കടന്ന് 100 എത്തിയാൽ പവർ മാറും. അപ്പോൾ കോൺഗ്രസ് കൂടുതൽ സീറ്റിലേക്ക് പോകുമ്പോൾ 100 സീറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബി.ജെ.പിയുടെ സീറ്റുകൾ ഗണ്യമായി കുറയും. 2019 2024 തമ്മിൽ താരതമ്യം നോക്കുകയാണ്. 2019 190 സീറ്റുകളിലാണ് ബി.ജെ.പി കോൺഗ്രസ് നേരിട്ട് മുട്ടിയത് 190 സീറ്റുകളിലാണ്. നോർത്ത് ഇന്ത്യയിൽ മൊത്തം മത്സരിച്ചത് 106 സീറ്റുകളിലാണ് ബി.ജെ.പി കോൺഗ്രസ് നേരിട്ട് മത്സരിച്ചത്. അതിൽ 100 സീറ്റും നേടിയത് ബി.ജെ.പിയാണ്. വെറും 6 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസ്സിന് നേടാനായത് നോർത്തിൽ. ഇനി ഈസ്റ്റിലേക്ക് വന്നാൽ, ഈസ്റ്റിൽ 2 ടീമും ബി.ജെ.പി ആയാലും കോൺഗ്രസ് ആയാലും അവിടെ നേരിട്ട് ഏറ്റുമുട്ടിയിട്ടില്ല. 2-0 ആണ്. ഈസ്റ്റിൽ 2 ടീമും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടില്ല. ഇനി സൗത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, സൗത്തിൽ 25 സീറ്റിലാണ് 2 ടീമും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടിയത്. കോൺഗ്രസും ബി.ജെ.പിയും തമ്മിൽ നേർ ഏറ്റുമുട്ടിയത് 25 സീറ്റുകളിലാണ്. അതിൽ 25 സീറ്റിൽ 20 സീറ്റും നേടിയത് ബി.ജെ.പിയാണ്. വെറും 5 സീറ്റ് മാത്രമാണ് സൗത്തിൽ കോൺഗ്രസ്സിന് നേടാനായത്. 20 സീറ്റും ബി.ജെ.പിയാണ് നേടിയത്. മെയിനായിട്ട് നേടിയത് കർണാടകയിലാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത്രയും സീറ്റ് ഇനി കർണാടകയിൽ നിന്ന് കിട്ടുകയില്ല എന്നും എല്ലാ ഒപ്പീനിയൻ പോളുകളും പറയുന്നുണ്ട്. ഇനി വെസ്റ്റിലേക്ക് വന്നാൽ, വെസ്റ്റിൽ 45 സീറ്റിലാണ് കോൺഗ്രസും ബി.ജെ.പിയും നേരിട്ട് ഏറ്റുമുട്ടിയത്. അതിൽ 43 സീറ്റും നേടിയത് ബി.ജെ.പിയാണ്. വെറും 2 സീറ്റ് മാത്രമാണ് വെസ്റ്റിൽ കോൺഗ്രസ്സിന് നേടാനായത് 2019. ഇനിയുള്ളത് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളാണ്. നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ 14 സീറ്റുകളിലാണ് കോൺഗ്രസും ബി.ജെ.പിയും നേർ ഏറ്റുമുട്ടിയത്. അതിൽ 13 സീറ്റിലും വിജയിച്ചത് ബി.ജെ.പിയാണ്. ഒരേ ഒരു സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് വിജയിച്ചത്. ടോട്ടൽ 190 സീറ്റുകളിൽ 2019 190 സീറ്റുകളിൽ വെറും 14 സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസ്സിന് വിജയിക്കാനായത്. അതായത് നേരിട്ട് 2 ടീമും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടിയത് 190 സീറ്റാണ്. 190ൽ വെറും 14 സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസ് വിജയിച്ചത്. ശരാശരി 92% സീറ്റിലും ബി.ജെ.പിയാണ് വിജയിച്ചത്. 176 സീറ്റ്. കോൺഗ്രസ്സിന് 14 സീറ്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. 2024 കോൺഗ്രസ് ഇപ്പോൾ ഇന്ത്യ സഖ്യമായിട്ട് മത്സരിക്കുന്നത്. 2019 കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ 421 ആണെങ്കിൽ 2024 അത് 328 മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളുള്ളത്. ഇത്തവണ ബി.ജെ.പി വിസ് കോൺഗ്രസ് നേരിട്ട് മത്സരിക്കുന്നത് 170 സീറ്റുകളിലാണ്. അതായത് 190 നിന്ന് 170 സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസും ബി.ജെ.പിയും തമ്മിൽ നേരിട്ട് മത്സരിക്കുന്നത്. ബി.ജെ.പിയുടെ 2019 നിന്നും ഓരോ സീറ്റ് കുറയുന്തോറും ബി.ജെ.പിക്ക് കഷ്ടകാലം തന്നെയാണ്.